പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ ശക്തി അറിയാൻ പരിശോധനയുമായി വെറ്റിനറി ഡോക്ടർമാരുടെ റാബീസ് ആന്റിബോഡി ടെസ്റ്റ് കണ്ണൂരിൽ നടന്നു. ലോക വെറ്റിനറി ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റാണ് പരിശോധനയ്ക്ക് സംവിധാനമൊരുക്കിയത്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വേറിട്ട പ്രവർത്തനമാണ് കണ്ണൂരിൽ നടന്നത്. ലോക വെറ്റിനറി ദിനാഘോഷത്തിന്റെ ഭാഗമായി വെറ്റിനറി ഡോക്ടർമാരുടെ റാബീസ് ആന്റിബോഡി ടൈറ്റർ പരിശോധന നടന്നു. പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ ശക്തിയുടെ അളവ് അറിയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിശോധന നടന്നത്. മൃഗങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഡോക്ടർമാർക്ക് കുത്തിവയ്പ് എടുത്താൽ എത്രത്തോളം പ്രതിരോധശേഷി ഉണ്ട് എന്ന് അറിയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ എ ദീപ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ 25-30ഓളം വെറ്റ്സിൻ്റെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുകയും അത് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ സിറം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് സിയാദിൽ ട്രിവാൻഡ്രത്ത് അവിടുന്ന് വെച്ചിട്ടാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അപ്പം പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ഡോക്ടർമാർക്ക് തന്നെ അതിൻ്റെ ടൈറ്റർ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി വാക്സിനേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. അത് എന്തായാലും നമ്മൾ വെറ്റ്സ് വളരെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഈ ഓരോ ചികിത്സ ചെയ്യുമ്പോഴും. അപ്പം അതിന് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. പേവിഷയ്ക്കെതിരായ കുത്തിവയ്പ്പിന്റെ പ്രയോജനം എത്രത്തോളം ലഭിക്കുന്നു എന്നറിയാൻ കൂടി ഇത് സഹായകമാകുമെന്ന് റിട്ടയർഡ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ടി വി ജയമോഹൻ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാരകമായ റാബീസ് രോഗം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട്. പക്ഷേ ആ വാക്സിനേഷൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിനാണ് ആൻറ്റിബോഡിയുടെ ടൈറ്റർ പരിശോധിക്കുന്നത്. ഏകദേശം 1500 രൂപയാണ് ഒരു ഡോസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ്. ഇത് പ്രകാരം ഉള്ള പരിശോധനാ ഫലം നമ്മളെ ഈ റാബീസ് തടയുന്നതിനും ഇത് ക്രമേണ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രതിരോധ ശേഷിയുണ്ട് എന്നറിഞ്ഞാൽ തുടർ കുത്തിവയ്പ് എടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യവും ഈ പരിശോധന മൂലം ഉണ്ടാകുമെന്ന് വെറ്റിനറി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷൈനിയും പറഞ്ഞു. ആസ് വെറ്റിനറിയൻസ് നമ്മൾ കൂടുതലും ഈ മാരകമായിട്ടുള്ള രോഗങ്ങളുടെ എക്സ്പോഷർ ഉള്ളതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ടും ഇങ്ങനത്തെ റേബിഡ് ആനിമൽസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി ആർ എക്സ്പോസ്ഡ് ടു ഇറ്റ് ആൻഡ് വി ഹാവ് ടേക്കൺ മോർ നമ്പർ ഓഫ് വാക്സിനേഷൻസ്. സോ ടു നോ ദ ആക്ച്വൽ ടൈറ്റർ ഓഫ് വാട്ട് വി ഹാവ് ആൻഡ് നമ്മളുടെ വെറ്റിനറിയൻസിന് അങ്ങനെ ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ റീജിയണൽ ഡിസീസസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ നടന്ന ചടങ്ങ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ OM അജിത ഉദ്ഘാടനം ചെയ്തു. ഈ ടൈറ്റർ എസ്റ്റിമേഷൻ നമ്മൾ വെറ്റിനറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ അനുദിനം മൃഗങ്ങളുമായി വളരെയധികം ഇടപെട്ട് കഴിയുന്ന ഡോക്ടർമാരായതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള പരിക്കേൽക്കാനോ കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു പേവിഷബാധ എന്ന സൂണോട്ടിക് രോഗത്തിലുള്ള ഒരു ഭീതി നമ്മളെല്ലാവരും ഉണ്ടാവും. ആ ഭീതി നമ്മൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴായി വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്സിനേഷൻ എത്രത്തോളം ആവശ്യമാണ് എന്നറിയുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലഡിലെ ആൻറ്റിബോഡി ടൈറ്റർ നോക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ IVAയുടെ ഈ ഒരു നടപടി വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ ഷൈനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ എ ദീപ, ട്രഷറർ ഡോക്ടർ EK അമിത, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാർ KV, ഡോക്ടർ ടി വി ജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. 25 ഡോക്ടർമാരുടെ രക്തസാമ്പിളുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിൽ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.